നമസ്കാരം, ഞാൻ ജിനേഷ്. വീഡിയോയിലേക്ക് സ്വാഗതം. അതിശക്തർ ദുർബലരോട് പരാജയപ്പെടുന്നത് എന്നും ഒരു ഹോട്ട് ന്യൂസ് ആണല്ലോ. ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും കഥയൊക്കെ നമ്മൾ കേട്ട് കാണുമല്ലോ. ഇന്നും അത്തരം ഒരു കഥയാണ് നമ്മൾ പറയുന്നത്. ഇവിടെ ഗോലിയാത്ത് എന്ന് പറയുന്നത് നെപ്പോളിയൻ ആണ്. ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു സാക്ഷാൽ നെപ്പോളിയൻ ബോണപ്പാർട്ട് തന്നെ. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം എന്ന് പറയുമ്പോൾ എവരുടെയും മനസ്സിൽ വരുന്നത് 1815 നടന്ന വാട്ടർലൂ യുദ്ധമാണ്. കാരണം വാട്ടർലൂ യുദ്ധത്തിൽ മാത്രമാണല്ലോ നെപ്പോളിയൻ പരാജയപ്പെട്ടത്. എന്നാൽ അതിനും 8 വർഷങ്ങൾക്ക് മുമ്പ് 1807 നെപ്പോളിയൻ അതിദയനീയമായി പരാജയപ്പെട്ടൊരു പോരാട്ടമുണ്ട്. ദയനീയമായി പരാജയപ്പെട്ട് ലോകത്തിനു മുന്നിൽ മാനം കെട്ട് നിൽക്കേണ്ടി വന്ന ഒരവസ്ഥ. അത് പക്ഷേ നെപ്പോളിയനെ പരാജയപ്പെടുത്തിയത് ഒരിക്കലും ഒരു രാജ്യമോ ഭരണാധികാരിയോ അല്ല, ഒരു കൂട്ടം മുയലുകളാണ്. അധികമാരും പറയാത്ത അറിയാത്ത നെപ്പോളിയന്റെ മുയൽ യുദ്ധം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആ കഥയിലേക്ക്. 1807 റഷ്യയും ഫ്രാൻസും തമ്മിൽ, അതായത് റഷ്യയും നെപ്പോളിയനും തമ്മിൽ ഒരു സമാധാന ഉടമ്പടി ഒപ്പുവെച്ചു. ടിൽസിറ്റ് ട്രീറ്റി എന്നായിരുന്നു അത് അറിയപ്പെട്ടിരുന്നത്. ഒരു സമാധാന ഉടമ്പടിയായിരുന്നെങ്കിലും ഫലത്തിൽ നെപ്പോളിയനെ സംബന്ധിച്ച് ഒരു വിജയം തന്നെയായിരുന്നു. തന്റെ ഈ വിജയം ഒന്ന് ആഘോഷിക്കണമെന്ന് നെപ്പോളിയൻ തീരുമാനിച്ചു. അപ്പോൾ ഈ വിജയാഘോഷത്തിന്റെ ചുക്കാൻ പിടിക്കാൻ വേണ്ടി നെപ്പോളിയൻ ചുമതല ഏൽപ്പിച്ചത് തന്റെ സർവ്വസൈന്യാധിപനായിരുന്ന ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് അലക്സാണ്ടറെ ബെർത്തിയറെ ആയിരുന്നു. അലക്സാണ്ടറെ ബെർത്തിയർ വളരെ വിചിത്രമായ ഒരു വഴിയാണ് ഈ ആഘോഷത്തിൽ തിരഞ്ഞെടുത്തത്. അത് മുയൽ വേട്ടയായിരുന്നു. മുയൽ വേട്ട എന്ന് പറയുന്നത്, മുയലുകളെ വേട്ടയാടുക എന്ന് പറയുന്നത് നെപ്പോളിയനെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഹോബിയായിരുന്നു, ഒരു വളരെ വിനോദമായിരുന്നു. ഒഴിവ് സമയങ്ങളിലെല്ലാം നെപ്പോളിയൻ പതിവായി മുയലുകളെ വേട്ടയാടാനായി വനത്തിൽ പോയിരുന്നു. വനത്തിലേക്ക് പോയുള്ള ഒരു മുയൽ വേട്ടയല്ല ബെർത്തിയർ പ്ലാൻ ചെയ്തത്. പകരം തന്റെ ഉടമസ്ഥതയിൽ പാരീസിലുള്ള ഒരു വലിയ പാർക്ക് സെലക്ട് ചെയ്യുകയും ആ പാർക്കിന്റെ ചുറ്റുപാടും, അതായത് 4 വശവും ഭദ്രമായി ചുറ്റുവട്ടം ഭദ്രമായി കെട്ടി ഒരു അതിനുണ്ടാക്കുകയും അങ്ങനെ അതിലേക്ക് 3000 മുയലുകളെ തുറന്നുവിട്ട് അവിടെ ഒരു മുയൽവേട്ട സംഘടിപ്പിക്കാനാണ് ബെർത്തിയർ പ്ലാൻ ചെയ്തത്. വേട്ടയാടുമ്പോൾ വെടിയുണ്ടയേറ്റ് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഈ പാർക്കിന്റെ ചുറ്റും വളരെ ഉയരത്തിൽ തന്നെ ലോഹപാളികൾ കൊണ്ട് മറച്ചിരുന്നു. സാധാരണഗതിയിൽ വേട്ടക്കാർ വരുമ്പോൾ മുയലുകൾ 4 പാടും ചിതറി ഓടുന്നതാണ് പതിവ്. എന്നാൽ ഇവിടെ കൂടുകൾ തുറന്ന ഉടനെ മുയലുകളെല്ലാം കൂടി ഒരുമിച്ച്, അതായത് വിവിധ കൂടുകളിൽ നിന്നുള്ള മുയലുകളെല്ലാം ഒത്തുചേർന്ന് ഒരുമിച്ച് ഒരു ഗ്രൂപ്പായി നേരെ നെപ്പോളിയനെ വേട്ടക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. എല്ലാവരും ഓടി വന്നിട്ട് നേരെ ആ കാലുകളിലൊക്കെ കടിക്കുകയും മാന്തുകയും ഒക്കെ ചെയ്തു. നെപ്പോളിയനും വേട്ടക്കാർക്കും തോക്കുകളൊന്നും ഉയർത്താനുള്ള സമയം കിട്ടിയില്ല. അതിനു മുമ്പേ അവർ അടിതെറ്റി നിലം പതിച്ചു. നെപ്പോളിയനും വേട്ടക്കാർക്കും മുകളിൽ 3000 മുയലുകൾ ഒരു പരേഡ് തന്നെ നടത്തുകയും ഒടുവിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ വളരെ കഷ്ടപ്പെട്ട് നെപ്പോളിയനെയും വേട്ടക്കാരെയും പുറത്തെത്തിക്കേണ്ടിയും വന്നു. ഈ ഒരു സംഭവം നെപ്പോളിയനെ സംബന്ധിച്ച് വലിയ നാണക്കേടായി മാറുകയും ലോകത്തിനു മുന്നിൽ നെപ്പോളിയൻ ഒരു പരിഹാസ കഥാപാത്രമാവാൻ ഇത് കാരണമാവുകയും ചെയ്തു. കഥ അവിടെ തീർന്നില്ല. മുയലുകളുടെ ഈ വിചിത്രമായ പെരുമാറ്റത്തിന്റെ കാരണം കണ്ടുപിടിക്കാനായി നെപ്പോളിയൻ അന്വേഷണ കമ്മീഷനെ വെച്ചു. അവരുടെ കണ്ടെത്തൽ ഇതായിരുന്നു: സാധാരണഗതിയിൽ നെപ്പോളിയൻ വേട്ടയാടുന്നത് കാട്ടുമുയലുകളെയാണ്. കാട്ടുമുയലുകൾ വേട്ടക്കാരുടെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ 4 പാടും ചിതറി ഓടും. എന്നാൽ ഇവിടെ ബെർത്തിയറുടെ, അതായത് സൈന്യാധിപനായിരുന്ന ബെർത്തിയറുടെ അനുയായി കണ്ടെത്തിയത് 3000 വളർത്തുമുയലുകളെയാണ്. വളർത്തുമുയലുകളാകട്ടെ കൂട് തുറന്ന ഉടനെ തങ്ങൾക്കുള്ള ഭക്ഷണം കൊണ്ടുവന്നിരിക്കുന്നു എന്ന് കരുതി ഭ്രാന്തമായി എല്ലാവരും ഒരുമിച്ച് ഓടിയെടുക്കുകയും അങ്ങനെ അതിന്റെ ഫലമായിട്ടാണ് ഇത്തരം സംഭവ വികാസങ്ങൾ നടന്നത്. എന്തായാലും നെപ്പോളിയന് തീരാ നാണക്കേടായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഗോലിയാത്തിനെ ദാവീദ് വീഴ്ത്തിയ കഥ അവിടെ തീർന്നില്ല. സമാനമായ ഒരു സംഭവം 1845 അത് ഓസ്ട്രേലിയയിലായിരുന്നു. എമു യുദ്ധം എന്നറിയപ്പെടുന്ന ആ കഥ ഇങ്ങനെയാണ്. ആ ഒരു സമയത്ത് എമുവിന്റെ എണ്ണം ഓസ്ട്രേലിയയിൽ ക്രമാതീതമായി വർദ്ധിച്ചു. തങ്ങളുടെ കൃഷിയും വിളകളും മറ്റും എമു വൻതോതിൽ നശിപ്പിക്കുന്നുവെന്ന് കർഷകർ പരാതി പറഞ്ഞു. അങ്ങനെ ഗവൺമെന്റ് ഒരു കൂട്ടം എമുക്കളെ കൊന്നെടുക്കാൻ തീരുമാനിച്ചു. അതിനായി ഒരു വലിയ സന്നാഹം തന്നെ ഗവൺമെന്റ് വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചു. ലക്ഷക്കണക്കിന് വരുന്ന എമുവിന്റെ എണ്ണത്തിന് മുന്നിൽ ഒരു കൂട്ടം പട്ടാളക്കാർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർ എമു കൂട്ടത്തോടെ വന്ന് പട്ടാളക്കാരെ ആക്രമിക്കുകയും മാരകമായി മുറിവേൽപ്പിക്കുകയും ചെയ്തു. ഓസ്ട്രേലിയയെ സംബന്ധിച്ച് ഒരു തീരാ കളങ്കമായി അത് മാറുകയും ചെയ്തു. അധികമാരും പറയാത്ത മൃഗങ്ങളും പക്ഷികളും മനുഷ്യർക്കെതിരെ നടത്തിയ 2 കൗതുകകരമായ പോരാട്ടങ്ങളുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.